ഹായ് എല്ലാവർക്കും റിഷ്മി ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ i20 N-Lineൻ്റെ N6 DCT ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. ഈ വേരിയൻ്റ് എന്തെല്ലാം ഫീച്ചേഴ്സാണുള്ളത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓർഡർ പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. i20 N-Line വേരിയൻ്റിൻ്റെ N6 വേരിയൻ്റിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തന്നെ വേരിയൻ്റാണ് ഈ N6 വേരിയൻ്റ്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് ഹാലോജനായിട്ട് കൊടുത്തിരിക്കുന്നു, ഹാപ്പി ലോബിമാൻ തന്നെ കൊടുത്തിരിക്കുന്നു. ചേട്ടൻ നമുക്ക് പാർക്ക് ലൈറ്റ് കാണാം, ചേട്ടൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് അത് ഹാലോജനായിട്ടാണ്. LED ഹെഡ്ലൈറ്റോ DRLോ ഒന്നും തന്നെ വരുന്നില്ല. താഴത്ത് കൊണ്ടുപോയി നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നത് അത് ഹാലോജനായിട്ടാണ്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണുള്ളത്. N-Line ഒരു ബാഡ്ജിങ് കാണാം. ഫ്രണ്ടിൽ റെഡ് ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണുള്ളത്. ഇനി വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് 16 ഇഞ്ച് പുതിയ ടോപ്പ് എൻ്റെ ലുക്ക് തന്നെ ലൈറ്റ്സ് ആണുള്ളത്. 215 സെക്ഷൻ ടയറുകളാണുള്ളത്. 195, 65, 55, 16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണുള്ളത്. എന്നൊരു ബാഡ്ജിങ് കാണാം. ഇനി നമുക്ക് മിറേഴ്സ് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. LED ടയർസ് കാണാം. കീല സെൻറ്റർ കാര്യങ്ങൾ തന്നെ ഈ വേരിയൻ്റിൽ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ്. ഈ വേരിയൻ്റിൽ നമുക്ക് സൺ റൂഫ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റന കാണാം, അതൊരു ബ്ലാക്ക് ഫിനിഷിലാണുള്ളത്. നമുക്ക് 2500 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. നമുക്ക് വശങ്ങളിൽ റെഡ് ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. N-Line ഒരു ബാഡ്ജിങ് കാണാം. ഇനി ബാക്കിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാ വേരിയൻ്റുകളും ബാക്കിൻ്റെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് സ്പോയിലർ ഉണ്ട്. നോർമൽ i20 സ്പോയിലർ വരുന്നില്ല. സ്പോയിലർ നമുക്ക് ആക്സസറൈഡ് ചെയ്ത് തന്നെ സ്പോട്ടി ലുക്ക് കിട്ടും. അടുക്കായിട്ട് ഹാൻഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗർ ഉണ്ട്, വൈപ്പർ വാഷറും തന്നെ വരുന്നില്ല. i20 ബാഡ്ജിങ് കാണാം. N-Line ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ടൈലറ്റ് കൊണ്ടുവന്നാൽ Z ഷേപ്പിലുള്ള LED ടൈലറ്റുകളാണ്. സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ജീപ്പ്, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് ഫുൾ ഹാർജറായിട്ട് ആവുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇവൻ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിലുള്ള വലിയ ബൂട്ട് കാണാം. വേറെ ബൂട്ട് ലൈറ്റ് കാണുന്നത് തന്നെ വരുന്നില്ല. പാൽ സെറ്റർ കാണാം. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം ബേസ് വേരിയൻ്റിൽ വരുന്നത് 195, 185, 70, 15 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചർ 195, 55, 15 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീല സെൻറ്റർ ആംഗിൾ തന്നെ വരുന്നില്ല. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫുൾ ബ്ലാക്ക് കളർ ഇൻറ്റീരിയർ കൊടുത്തിരിക്കും. താഴെ വാഹനത്തിൻ്റെ കീ വരുന്നത്. കീ എന്തായാലും മാറ്റിയിട്ടില്ല. ലോക്കർ ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനോട് കീ ആണ് വരുന്നത്. നമുക്ക് റൂഫ് എല്ലാം ഫുള്ളി ബ്ലാക്ക് കളറാണ് N-Lineൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർ പാഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ഡ്യുവൽ ടൺ കളർ ഫുൾ ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം റെഡ് ഇൻസേർട്ട് കൊടുത്തിരുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. 4 ബൗണ്ടർ കൺട്രോൾ, ഡ്രൈവർ വേണ്ട 1 ടച്ച് അപ്പ് ആൻഡ് ഓൺ ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്കർ അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ മിറേഴ്സ് കൂടി ഫോൾഡ് ആവും. ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ ഓടസ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സീറ്റുകൾ എല്ലാ സീറ്റുകളും ലെതറൈറ്റ് സീറ്റുകളാണ്. ഫുൾ ലെതർ സീറ്റുകളാണ് ഉള്ളത്. നമുക്കിവിടെ റെഡ് സ്റ്റിച്ചിങ്ങും റെഡ് പൈപ്പിംഗ് ഒക്കെ കാണാം. താഴെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് വേണ്ട സ്റ്റീൽ പെഡലുകൾ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനോട് താഴെ കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനോട് കാണാം. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. DCT ഡ്രൈവ് മോഡുകളാണ്. ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ അകത്തെ ഫീച്ചേഴ്സ് ഇതൊക്കെ ഇന്റീരിയർ വെക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞ രീതിയിൽ ഈ റൂഫ് വരെ ഫുൾ ബ്ലാക്ക് കളറിലാണ്. ഈ സ്പോർട്ടി ലുക്കിങ് ഇന്റീരിയർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സ്റ്റിയർ വീലിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള സ്പോർട്ടിയ സ്റ്റിയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ അപ്ഡേറ്റ് താഴെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ലെതർ അപ്ഡേറ്റുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇടവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലവശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസും എന്നിട്ട് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് DCT വേണ്ടി ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടവശത്ത് വൈപ്പറിലെ കൺട്രോൾസും വലവശത്തെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് ആവുന്നത്. സ്പീഡോമീറ്ററും ആപ്പിമീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫീൽഡ് ഡിസ്റ്റൻസ് 20, ടയർ പ്രഷർ മോണിറ്ററിങ്, ഡ്രൈവർ അസിസ്റ്റൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് പറഞ്ഞാൽ ഹിൻഡായിട്ട് എല്ലാ വാഹനങ്ങളിലും കാണുന്ന ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനാണ്. 4 സ്പീക്കർ നല്ല ടൂട്ടർ കൂടിയ മെസ്സേജാണ്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ക്ലാരിറ്റിയിൽ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസ് ഒരു റിവേഴ്സ് ക്യാമറയാണ് പാർക്കിംഗ് സെൻസേഴ്സ് ഇൻസ്റ്റാൾ നെസ്റ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം താഴത്ത് കൊണ്ട് നമുക്ക് ഹസാലായിട്ട് തന്നെ പാട്ടം കൊടുത്തിരിക്കുന്നു ഓട്ടോമാറ്റിക് ക്ലൗഡ് കൺട്രോൾ ഈ വേരിൽ വരുന്നുണ്ട് നമുക്ക് 12 വോൾട്ടിൽ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു USB കൺട്രോൾ ഓപ്ഷൻ കാണാം ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ടോപ്പിൽ ലെവലും വയർലെസ് ചാർജർ ആണ് നമുക്ക് DCT ഗെയിലർ കാണാം അതിൻ്റെ ടോപ്പിൽ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻറ്റർ ആംസ് സോഫ്റ്റ് ടച്ച് ആംഗിളാണ് അതിൻ്റെ അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോഡ് സീറ്റുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ലെതറേറ്റ് സീറ്റുകളാണ് സീറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ വരുന്നില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം കോഡ് സംവേഴ്സസ് വിത്ത് മിറർ ആണ് ലൈറ്റ് വാങ്ങും തന്നെ വരുന്നില്ല സെൻട്രൽ IRVMs മാനുവൽ ഡിമ്മിംഗ് IRVMs ആണ് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനേറ്റ് ആവുന്നത് ഡ്രൈവർ സൈഡ് സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉള്ളത് നമുക്ക് ഹൈറ്റ് ഹൈലൈറ്റ് അല്ല സൗണ്ട് റൂഫ് വരുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാനും 1 ടച്ച് ഓപ്പൺ കൂടിയ സൺ റൂഫാണ് നമ്മൾ ഗ്ലോ ബോക്സിൽ കൊണ്ടുവന്നാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കൂൾ ഫീച്ചറുള്ളതായിട്ട് ആകുമ്പോൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് ഇന്ത്യൻ ലുക്ക് ഈ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കൊണ്ടും ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേറെ തുറക്കുന്ന ഡോറുകളാണ് ഡോർപ്പെല്ലാം ഡുവൽട്ട കളറിൽ ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നു റെഡ് ഇൻസൈഡ് കാണാം സോഫ്റ്റ് ടച്ചിനുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് പൗണ്ടർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് സ്പീക്കറബിളാണ് ബോട്ടിൽ ഓർഡേഴ്സ് ബാക്കിലേക്ക് AC വെൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കാണാം നമുക്ക് 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണുള്ളത് സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു ISOFIX സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം അപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം സീറ്റ് പോക്കറ്റ്സ് ആംഗിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവറിന് പോകുന്ന ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം വളരെ വൈറ്റുള്ള ബാക്ക് സ്പേസ് ആണ് 3 പേർക്കുള്ള സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും i20യുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് ചെയ്യേണ്ടത് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ടയർ പ്രഷർ മോണിറ്ററിങ് അതിനകത്ത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് i20യിൽ നമുക്ക് റേറ്റിംഗ് നമുക്ക് കൂടുതലാണ് 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെയാണ് i20 കൊടുത്തിരുന്നത് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമുക്ക് നോർമൽ i20യിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് നോർമൽ i20യിൽ DCT വരുന്നില്ല നമുക്ക് എൻലൈൻ വേണ്ടിൽ 1 ലിറ്റർ ടർബോ DCT ആണുള്ളത് നമുക്ക് DCTയിൽ നമുക്ക് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് i20യിൽ നമുക്ക് ഡീസലും നമുക്ക് പെട്രോളും DCTയിലും അവൈലബിൾ ആണ് നമുക്ക് ഓർഡർ പ്ലേസിലേക്ക് കൊണ്ടുവന്നാൽ i20 എൻലൈൻ്റെ N6 വേരിയൻറ്റിൽ നമുക്ക് 12,74,000 രൂപയാണ് പ്രൈസ് N6 DCTയിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് 13,74,000 രൂപയാണ് അപ്പോൾ N8 ടോപ്പ് എൻഡിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ടോപ്പ് എൻ്റെ DCTയിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ 14,75,000 രൂപയാണ് N8 വേരിയൻറ്റിൽ നമുക്ക് 13,800,000 രൂപയാണ് ഇതാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ സൺ വ്ലോഗ്സിൽ അടുത്ത അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല പുതിയ വീഡിയോ കാണുന്നവർ ബൈ